എന്താ സർ? ഇവിടെ ഒരു പുരുഷഗന്ധം. ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ ഗന്ധമുണ്ട്. അത് സാറ് പുരുഷനാണല്ലോ. അല്ലല്ല. അയ്യോ അല്ലേ സർ? അതല്ല, ഞാൻ മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. സാറിന് തോന്നുന്നതായിരിക്കും. തോന്നുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇല്ല സർ, സാറല്ലാതെ മറ്റൊരു പുരുഷൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ കസിൻസ് വന്നാൽ പോലും താഴത്തെ ഗസ്റ്റ് റൂം വിട്ട് മുകളിലേക്ക് വരാൻ മേരിമേടെ സമ്മതിക്കില്ല സർ. ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ. ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ? അല്ല സർ, ഇത് മുത്തച്ഛനും മാനേജ്മെന്റുമായിട്ടുള്ള ധാരണയില് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാ. ആരുടെ മുത്തച്ഛൻ? ലേഖ ലീഡർ കെയറിന്റെ പേരക്കുട്ടിയാണ് സർ. പിന്നെ ഇവളുടെ ഡാഡിയുടെ ഡൊണേഷന്റെ ഒരു പുഷിങ്ങും കൂടി ഉണ്ട് സർ. ഓ, രണ്ടാളും ഇവിടുത്തെ വലിയ VIP ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗോൾഡൻ ജൂബിലി ഡേ ആയതുകൊണ്ട് മേക്കപ്പിന് മറ്റേ എടുത്ത് വെച്ചതാ സർ. ചെറുതായിട്ട് മീശ ഉള്ള ചിലര് ഹോസ്റ്റലിലുണ്ട് സർ. അവർക്ക് ഡാൻസിനും മറ്റും മേക്കപ്പ് ചെയ്യാനായിട്ട്. ജൂലി നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമല്ലേ? നന്നായിട്ടൊന്നുമില്ല സർ. മൂക്കില്ല രാജ്യത്ത് മുറിമുക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട്. നാർക്കോട്ടിക് സെല്ലിൽ 3 കൊല്ലം പയറ്റിത്തെളിഞ്ഞ് എന്നോട് കള്ളം പറയണ്ട. ട്രിവാൻഡ്രം എയർപോർട്ടിൽ 5 കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ല് കൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തവനാ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത്. I have my own style of investigation, you know. I am too intelligent. ഇനി പറയൂ, രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ സർ. പറഞ്ഞില്ലല്ലോ. രമേശിനെ ഞങ്ങൾ എന്തിനാ സർ ഒളിപ്പിക്കുന്നത്? ഇതാരെഴുതിയതാ? ഇവളുടെ പണിയാ. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാന്നൊന്നും നോക്കില്ല, കുത്തി വരയ്ക്കും. അതാ സ്വഭാവം. യെസ്, ഗസ്. നിങ്ങൾ എന്തിനു രമേശിനെ വിളിപ്പിക്കണം? സ്റ്റെഫി ഗ്രാഫ്, സാനിയ മിർസ നിങ്ങളുടെ ഫേവറേറ്റ്സ് ആണോ? അതെ സർ. ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ? അതെ. രമേശ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണല്ലേ? അതെ സർ. നിങ്ങൾക്ക് അവനോട് ആരാധനയാണല്ലേ? ഇല്ല സർ. ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഒളിപ്പിച്ചാലുള്ള അവസ്ഥ അറിയാലോ. എന്താ സർ? കോബ്ര. കണ്ട പങ്കായത്തിന് അടിച്ച പോലത്തെ പാട് കണ്ട. ചുടുകാരൊക്കെ ബെസ്റ്റാ. ഒരു പാടേ ഉള്ളൂ. എന്താ പോരെ? അല്ല, അവന്റെ അടിയുടെ ഒരു ഊക്കനുസരിച്ച് ഒരു 5-6 എണ്ണെങ്കിലും കാണണ്ടതാ. കണ്ടാ അത്രയും കാണാത്തതിൽ നിനക്ക് വലിയ വിഷമം അല്ലയോ? അല്ല സർ, ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണം അല്ലേ ഉള്ളൂ എന്നാ. പോയി നീ അങ്ങനെ അധികം ഉദ്ദേശിക്കല്ലേ. ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ പോ. തല്ല് കിട്ടിയതല്ലേ. മിനിസ്റ്റർ അല്പം റിസ്ക് എടുക്കട്ടെ. റിസ്ക് അല്ല പിന്നെ തെറ്റിച്ചേ പറയൂ. ആ യൂത്ത് വിങ്ങിന്റെ വിജയനും പങ്കജാക്ഷനും വന്ന് കാണാൻ നിൽക്കുന്നു. എന്തോന്ന് അടിയുടെ പാടോ? അല്ല സാറിനെ ഒരു ഊത്തിനെ ഇങ്ങോട്ട് കയറ്റി വിടണ്ട. ഓ, IG പോയോടോ? ഇല്ല, TV ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ കുറച്ചുകൂടി സ്ലോ മോഷനിലാ കാണിച്ചോണ്ടിരിക്കുന്നത്. അടി കൊണ്ട് സാറിങ്ങനെ പറന്നു വീഴുന്ന. ആ കുന്ത്രാണ്ടോ അടിച്ച് പൊട്ടിക്കണോ? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. തെണ്ടികള്, പാട്ടികള്. താൻ പൊട്ടിക്കണ്ട, ചെന്ന് ഓഫ് ചെയ്യ്. അവന്മാർക്ക് ചാകരല്ലേ കിട്ടിയേക്കണത്. ചാകര. അതാരാ? ഹലോ, അതേടാ ഞാൻ തന്നെ. നീ എന്നാ ഈ പറയുന്നത്? മന്ത്രിയാവുമ്പോ അങ്ങനെ ചെളി വാരി അറിയാൻ പലരും കാണും. അസൂയ അല്ലാണ്ടെന്താ? നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമേലേ? തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്താ പറഞ്ഞു TV കണ്ടെന്നോ? ചുമ്മാ ക്യാമറ ട്രിക്ക്. ശരി. ഓ, ഈ TV കാരന്മാരെ കൊണ്ട് തോറ്റ്. ലണ്ടനിൽ നിന്ന് ദിനേശനാ. എനിക്ക് മനസ്സിലായി. ലണ്ടനിൽ ഡ്യൂപ്ലിക്കേറ്റ് ദിനേശനല്ലേ? തെറ്റിയല്ലേ? തെറ്റി. ഒരു വാക്ക് നേരെ പറയാൻ അറിഞ്ഞൂടാ. പ്രധാനമന്ത്രിയാവാനാ മോഹം. ഡ്യൂപ്ലിക്കേഷൻ അല്ലടോ, ഡെപ്യൂട്ടേഷൻ. ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, പക്ഷെ സ്പെല്ലിംഗും തെറ്റിപ്പോയി. എന്തായടോ? കോളേജും ഹോസ്റ്റലും എല്ലാം സെർച്ച് ചെയ്തു സാർ. അവനെ കിട്ടിയിട്ടില്ല. സിറ്റിയിൽ ഇപ്പൊ പോലീസ് തിരയുന്നുണ്ട്. നാട് മുഴുവൻ മിനിസ്റ്ററുടെ പാർട്ടിക്കാർ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. കോവളത്ത് 3 ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട്. കൊല്ലത്ത് പോലീസ് ജീപ്പും കത്തിച്ചു.
TV ചാനലുകാർ ആ ചെക്കൻ മിനിസ്റ്റർ എടുത്തിട്ട് തല്ലുന്നത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. കരാറ്റെ പഠിച്ചത് കൊണ്ടാണ് അവന് ചാടി വീണ് ചവിട്ടാൻ പറ്റിയത്. ഈ മിനിസ്റ്റർ അല്പ കരാറ്റെ പഠിച്ചിരുന്നെങ്കിൽ അവന്റെ ഇടി കൊണ്ട് തെറിച്ച് വീഴില്ലായിരുന്നു. കുഴപ്പമായോ? ഇപ്പൊ മിനിസ്റ്റർക്ക് എങ്ങനെയുണ്ട് സാർ? കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒരാളെയും കാണാൻ കൂട്ടാക്കുന്നില്ല. ഡോക്ടേഴ്സിനെ പോലും അലോ ചെയ്യുന്നില്ല. ആരും വേണ്ടെന്ന് പറയുന്നത്. ആകെ നാണക്കേടായില്ലേ? ആ MLA തങ്കപ്പനും PAയും കൂടി ആവി പിടിച്ചോണ്ടിരിക്കുക. തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്ന് സമാധാനം എന്താ വെച്ചാൽ ബോധിപ്പിച്ചോ സാർ. കമ്മീഷണർ സാറേ, ഞങ്ങളുടെ മിനിസ്റ്ററെ തല്ലിയവനെ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും. അവന്റെ അമ്മയെ മിനിസ്റ്റർ അദ്ദേഹം മാനം കടത്തി പറഞ്ഞല്ലേ നടക്കുന്നത്. അമ്മയുടെ മോന്റെ ശവം ഞങ്ങൾ കാണിക്കില്ല. എന്തിനാ സാറേ ഈ തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കുന്നത്? തൊപ്പിയും വെച്ച് നടക്കുന്നത് തന്റെ നേതാക്കന്മാര് പെണ്ണു പിടിക്കാനും മറ്റു തെമ്മാടിത്തരത്തിനൊക്കെ പോകുമ്പോ എസ്കോട്ട് പോകാൻ. ഒന്ന് പോടോ. പാർട്ടി ടിക്കറ്റ് തരാം, MLA സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. നമുക്ക് ഈ ചുരണ്ടല് തന്നെ മിച്ചം. ഇത്തവണ സ്വർണം ഞാൻ ചുരണ്ടി എടുക്കും. ദാസപ്പൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഞാനിത് ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഖജനാവിന്ന് ആവശ്യത്തിന് ചുരണ്ടുന്നുണ്ടല്ലോ, അത് പോരെ? എന്ത്? അല്ല, സ്വർണത്തം പോലെ ചുരണ്ടുന്ന കാര്യം സാർ ഉദ്ദേശിച്ചത്. 2 ചിഹ്നം കൂടി ഒത്തു വന്നിരുന്നെങ്കിൽ സ്വർണം ഉറപ്പായിരുന്നു. മിനിസ്റ്റർക്ക് ഞവരെ കിഴി, തനിക്ക് സ്വർണ്ണത്തം പോലെ. മിനിസ്റ്ററുടെ അണപ്പില് 2 പോയി എന്ന് കേട്ടത് ശരിയാണോ? അതിന് ഇനി സമയമുണ്ടല്ലോ, താൻ ബേജാറാവണ്ട. മിനിസ്റ്റർ അടിച്ചോ ആഞ്ഞടിച്ചോ, അതിനൊന്നും ഒരു കുറവുമില്ല. ഇടോ, നിങ്ങളെ തൊലിഞ്ഞ സല്യൂട്ടല്ലേ എനിക്ക് വേണ്ടത്. ആ റാസ്കലിനെ പിടിച്ചോ. അവനെ പിടിക്കാൻ വല വീശി കഴിഞ്ഞു. വിരിപ്പോലെ വിരിച്ച് കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങാട് നോക്കണോ, വീശി വലത് ഇങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ടല്ല, വാട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വീശണം. അങ്ങനെ വീശിട്ടുണ്ട്. മനസ്സിലായില്ലേ? തന്നെ ഊതിയതാണോ? കർത്താവിനാണോ ചോദിച്ചത്? കർമ്മം മറുപടി പറയണ്ട. മിനിസ്റ്റർ ഭയങ്കര ജോളിയാ. ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഇത്തിരി പോകുന്ന ഒരു പീക്കിരി ചെക്കനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. കൊമ്പൻ സ്രാവുകൾ എളുപ്പത്തിൽ വലയെ കൊടുക്കും, വരാലുകൾ പിടിതരില്ല, വഴുതിപ്പോകും. പറഞ്ഞാൽ ശരിയല്ലടോ? അനുഭവസ്ഥനായ സാറ് പറയുമ്പോ ഞാൻ എങ്ങനെ എതിര് പറയും? എന്താ പറഞ്ഞ സാറത് ജനറൽ അല്ലാതെ പഴയ മീൻപിടുത്തമല്ല. ഇതും പിന്നല്ലാതെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂറിനകം ആ തെമ്മാടിയെ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ. ഈ മണിക്കൂറിന്റെ കണക്കൊക്കെ പറഞ്ഞു വരട്ടുന്നത് പഴയ രീതിയാണ് സാർ. പോലീസുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട്. ഈ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് തന്നെ അന്വേഷണം എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു. വിത്ത് യുവർ പെർമിഷൻ സാർ. വിഘ്നേശ്വർ, കമാൺ. ഒന്ന് പോടും. ഒരു ഇടിയൻ കർത്ത. എന്തോന്ന് ഇടിയൻ? ഇവൻ ഇടിക്കാൻ പോയിട്ട് ഒരാളെ നുള്ളു പോലും ചെയ്തിട്ടില്ല. പിന്നെ ആരിവൻ ഈ പേരിട്ടത്? അതറിയത്തില്ലേ? ഇവന്റെ അച്ഛന്റെ പേര് ഇടിയൻ പാക്കരൻ, ഇവന്റെ അപ്പൂപ്പന്റെ പേര് ഇടിയൻ ചങ്കരൻ. അപ്പൊ കുടുംബം മുഴുവൻ പോലീസാ? എവിടെ പോലീസ്? അയ്യോ, അവലിടിയല്ലേ ഇവരുടെ കുലത്തൊഴില്. അതിലിളയവന്റെ പേര് ഇടിയൻ കർത്ത. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവനെയൊക്കെ സർവീസിന് ടെർമിനേറ്റ് ചെയ്യണം. തെറ്റിയല്ലേ? കറക്റ്റാണോ? ദൈവമേ, ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. എന്നാ കടലിൽ മീൻ പിടിക്കാൻ പോണവരോട് സൂക്ഷിച്ചോളൊന്ന് മൊബൈലിൽ വിളിച്ച് പറയട്ടാ. രമേശ് ഞങ്ങളുടെ കോളേജിലെ ബെസ്റ്റ് സ്റ്റുഡന്റാ. മാത്രമല്ല ഞങ്ങളുടെ ഒക്കെ ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാ. ഹീസ് നോട്ട് എ ക്രിമിനൽ. പറ. അയ്യോ, മുത്തച്ഛൻ എന്തായി പറയുന്നേ? രമേശ് എവിടെയാന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസ് വന്നപ്പോ കോളേജിൽ നിന്ന് മിസ്സിംഗ് ആയതാ. പേടിച്ചിട്ട് എവിടെയെങ്കിലും ഹൈഡ് ചെയ്തതായിരിക്കും. പ്രശ്നം ഒന്ന് കോംപ്രമൈസ് ആയ അയാള് പുറത്തു വരുമെന്ന ഞങ്ങളുടെ വിശ്വാസം. മാത്രമല്ല പോലീസുകാരുടെ കൈ കിട്ടിയ അയാളുടെ പൊടി പോലും വെച്ചേക്കില്ല മുത്തശ്ശ. ശരി, താങ്ക് യു മുത്തശ്ശ. എന്തായി? നടേശൻ ഞങ്ങളുമായിട്ട് സംസാരിച്ചിട്ട് എന്നെ തിരിച്ചു വിളിക്കാമെന്ന മുത്തശ്ശൻ പറഞ്ഞത്. ആ വേഷം മാറുണ്ടായിരുന്നു. വിഗും വെച്ച് വേഷം കെട്ടി എത്ര നേരം വെച്ചണ്ടാ? തലയും ദേഹമൊക്കെ ചൊറിയുന്നു. പെൺവേഷത്തിലായിരുന്നെങ്കിൽ ആരെങ്കിലും പെട്ടെന്ന് വന്നാ എന്തെങ്കിലും കള്ളം പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യായിരുന്നു. വാതിൽ കുത്തിയിട്ടിട്ടില്ല. വേഗം ചെന്ന് കുത്തിയിടും. എന്താ രണ്ടുപേരുടെ മുഖത്തൊരു പരിഭ്രമം? അങ്ങനൊന്നുമില്ല മാഡം, ഞങ്ങൾ രണ്ടുപേരും സീരിയസ് ആയിട്ട് ഒരു മാറ്റർ സംസാരിക്കായിരുന്നു. അല്ല, ഇനി ആ ഇടിയാൻ കർത്താ പറഞ്ഞ പോലെ ആ ചെറുക്കനെ ഞാൻ ഇതിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ? ഞങ്ങളോ? മാഡത്തിന് ഞങ്ങളെ വിശ്വാസമല്ലേ? വിശ്വാസമില്ല എന്നിട്ടല്ല, ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ കാര്യമല്ലേ. അപ്പൊ മാഡത്തിന് ഞങ്ങളെ സംശയമുണ്ട്. എങ്കിൽ മാഡം ഞങ്ങളുടെ റൂം എല്ലാം ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തേ പറ്റൂ. വേണ്ട, ചെക്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഈ മേരി പയസിന്റെ കണ്ണു വെട്ടിച്ച് ഒരു പൂച്ച കുഞ്ഞിനെ പോലും ഈ ഹോസ്റ്റലിനകത്ത് ഒളിപ്പിച്ചു വെക്കാൻ ധൈര്യമുള്ള ഒറ്റ അവളുമാരും ഇന്നോളം ജനിച്ചിട്ടില്ല. ഐ ആം പ്രൗഡ് ഓഫ് ഇറ്റ്. അത് ശരിയാ. നിങ്ങളോട് പറയാൻ വന്ന കാര്യം ഞാൻ പറഞ്ഞില്ലല്ലോ. എന്താ മാഡം? ആ രമേശിന്റെ വീടിന് നേരെ നടേശ മിനിസ്റ്റർ പാർട്ടിക്കാര് കല്ലെറിയുകയും അവന്റെ അമ്മയെ കുറെ ചീത്ത വിളിക്കുകയും ചെയ്തു. അവരെ ഇപ്പൊ BP കൂടി സിറ്റി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ്.
മാഡം ഇതെങ്ങനെ അറിഞ്ഞു? TV ന്യൂസിൽ പറഞ്ഞതാ. ഓർത്താ വലിയ കഷ്ടം അവരുടെ കാര്യം. പ്രസാദ് കൺസ്ട്രക്ഷൻസ് എന്ന് പറഞ്ഞ എന്തൊരു വലിയ കമ്പനിയായിരുന്നു. ബെൻസ് കാറും കൊട്ടാരം പോലത്തെ വീടും ഒക്കെ ഉണ്ടായിരുന്നവരാ. പക്ഷെ ആരും അങ്ങനെ ബിസിനസ്സിൽ ചതിച്ചു. അവസാനം കടം കയറി കേസും ജപ്തിയൊക്കെ ആയപ്പോ പാവം സൂയിസൈഡ് ചെയ്തു. ഏതായാലും ആ TV ന്യൂസ് കേട്ടത് പിന്നെ ആകെ ടെൻഷനായി. ഇന്നിനിപ്പോ കിടന്നുറങ്ങാൻ പറ്റും തോന്നില്ല. നിങ്ങൾ കിടന്നോ? മാതാവേ, ഇന്നിനി 2 സ്മോൾ അടിക്കാതെ കിടന്നുറങ്ങാൻ പറ്റില്ല. എനിക്ക് എന്റെ അമ്മ ഉടനെ കാണണം. ദേവി നിങ്ങൾ എന്നെ സഹായിക്കണം. മുത്തച്ഛൻ ആ മിനിസ്റ്ററുമായി സംസാരിച്ചിട്ട് ഉടനെ തിരിച്ചു വിളിക്കാമെന്ന് എന്നോട് പറഞ്ഞത്. എന്തെങ്കിലും ഒരു തീരുമാനമായിട്ട് നമുക്ക് പോകാം. ശരിയാ, ഇപ്പൊ സിറ്റിയിലേക്ക് ഇറങ്ങുന്ന റിസ്ക്. എന്നെ പോലീസ് പിടിച്ചോട്ടെ, പക്ഷെ എനിക്ക് എന്റെ അമ്മയെ കണ്ടേ പറ്റൂ. രമേശ്, ഡോണ്ട് ബി സിലി. പോലീസിന്റെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയാലുള്ള അവസ്ഥ അറിയാലോ. എന്തായി മുത്തച്ഛ? ഹേയ്, ഒരു രക്ഷയില്ല മോളൂ. അവൻ അവന്റെ ബംഗ്ലാവിൽ ഒഴിച്ചിലും പിടിച്ചിലുമായിട്ടൊക്കെ ഇരിക്കുക. ആ ചെക്കനെ കയ്യിൽ കിട്ടിയാൽ ഒന്നുകിൽ പോലീസുകാർ കൊല്ലും, അല്ലെങ്കിൽ പാർട്ടിക്കാർ കൊല്ലും എന്ന അവസ്ഥയാ. മുത്തശ്ശൻ പറഞ്ഞ നടീശനങ്ങൾ കേക്കില്ലേ? ഇല്ല, ഒരു കോംപ്രമൈസിനും അവൻ വഴങ്ങുന്നില്ല. അവനെ സ്റ്റേജിലിട്ട് ഫുട്ബോൾ പോലെ തട്ടുന്ന TV-കാരിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത് കണ്ടിട്ടാ പാർട്ടിക്കാർ ഇളകുന്നത്. ആ കൊണ്ടുവന്ന ഞാനാണെങ്കിലും അവനിപ്പം മറ്റവന്മാരുടെ കൂട്ടുകക്ഷിയല്ലേ. 15 വർഷം മുഖ്യമന്ത്രിയായിരുന്നു പറഞ്ഞിട്ട് കാര്യമില്ല മോളൂ. മുത്തശ്ശൻ ഇപ്പൊ അധികാരത്തിലല്ലല്ലോ. ആ പിന്നെ മോളിക്കാര്യത്തിൽ വേണ്ടാത്ത റിസ്ക് ഒന്നും എടുക്കണ്ട കേട്ടോ. എന്തു പറഞ്ഞു മുത്തശ്ശൻ? നോ സ്കോപ്പ്. സാരില്ല, നമുക്ക് നേരിട്ടൊന്ന് പോയി സംസാരിക്കാം. മുത്തശ്ശനോടോ? നോ നോ, മിനിസ്റ്ററോട്. നമ്മൾ ഒറ്റ കയ്യിലെടുത്ത് പോവാനോ? എന്തായാലും പിടിച്ച് തിന്നോ? നമുക്കൊന്ന് ട്രൈ ചെയ്യാം. ഏതായാലും ഈ പ്രശ്നം തീരാതെ രമേശ് ഇവിടുന്ന് വെളിയിലിറങ്ങിയ ശവം പോലെ അവന്മാര് തിരിച്ചു തരില്ല. മാത്രമല്ല, നമുക്ക് എത്ര സമയം രമേശിനെ ഇവിടെ ഒളിപ്പിക്കാൻ പറ്റും? എന്നാലും നീ എന്തേ പറയുന്നേ? ഈ സമയത്ത് പോയി മിനിസ്റ്ററെ കാണാന്ന് പറഞ്ഞു. ഗൾഫ് കുഞ്ഞ് അധികം തലപോയിക്കണ്ട. നടേശൻ അങ്ങളെ ഞാൻ ചെറുപ്പം മുതലേ അറിയുന്നതാ. അതുകൊണ്ടാ ഒന്ന് ശ്രമിക്കാന്ന് പറഞ്ഞു. അതിനിപ്പോ അയാൾ എവിടെന്ന് വെച്ചാ? അയാള് മന്ത്രിമന്ദിരത്തിൽ ഒഴിച്ചിലും തിരുമലായിട്ടൊക്കെ ഇരിക്കല്ലേ. അത്രയ്ക്ക് ജോറായിട്ടല്ലേ ഇയാള് കൊടുത്തത്. ദേ, രണ്ടും കൽപ്പിച്ച് ഞങ്ങൾ പോയി ട്രൈ ചെയ്യാം. ഈ ഒറ്റ രാത്രി കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീർക്കാനാ. വെളിയിന്ന് പൂട്ടി താക്കോല് വാതിലിന്റെ മുകളിൽ വെച്ചേക്കാം. ഞങ്ങൾ വരുന്നത് വരെ അകത്തൊന്നും ഒരു ശബ്ദം പോലും ഉണ്ടാക്കരുത്. ജൂലി, നീ വേഗം റെഡിയാവും. പേടിക്കാനൊന്നുമില്ല. തൽക്കാലം വേറെ ഒന്നും ആലോചിക്കണ്ട, റിലാക്സ് ചെയ്യും. പറഞ്ഞത് കേട്ടില്ലേ? മനസ്സിന് വിഷമം കൊടുക്കാതിരുന്നാ മതി. എന്ത് വന്നാലും നമ്മൾ സഹിച്ചല്ലേ പറ്റുള്ളൂ. പടച്ചോ നമ്മളങ്ങനെ കൈവിടൂല. റസ്യ, നീ ആ കഞ്ഞി എടുത്തു കൊടുക്ക്. എനിക്കൊന്നും വേണ്ട കാതൃക്ക. കഴിക്കാതിരുന്നാൽ എങ്ങനെ? അസുഖം ഭേദാവണ്ടേ? എനിക്ക് എന്റെ മോനെ ഒന്ന് കണ്ടാ മതി. പോലീസുകാര് കോളേജിൽ നിന്ന് കുറെ കുട്ടികളെ പിടിച്ചോണ്ട് പോയെന്ന് കേട്ടു. രമേശിനെ അവര് പിടിച്ചിട്ടുണ്ടാവോ കാതൃക്ക? അവനെ എങ്ങാനും അവരുടെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ. ഹലോ, ഇതാര് ലേക്കുഞ്ഞോ? ഇതെന്താ ഈ നേരത്തെ ഇവിടെ? നടേശനങ്ങളെ ഒന്ന് കാണാൻ വന്നതാ. ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. അയ്യോ, സാറ് ഇവിടെ ഇല്ലല്ലോ. എവിടെ പോയി? വളരെ അർജന്റ് ആയിരുന്നു. മുത്തശ്ശൻ പറഞ്ഞു വിട്ടതാ. ലേഖക്കുഞ്ഞായതുകൊണ്ട് പറയാ. കോവളം റൂട്ടില് നടേശൻ സാറിന് ഒരു പേഴ്സണൽ ഗസ്റ്റ് ഹൗസ് ഉള്ളത് അറിയാലോ? ആ പെട്രോൾ ബങ്കിന്റെ എതിർവശത്ത്. അതെ അതെ, ഞാൻ പറഞ്ഞാണെന്ന് അറിയണ്ട കേട്ടോ. ഇല്ല ഇനി ഇപ്പൊ അങ്ങനെ കാണാൻ പോണോ? അങ്ങേരുടെ സൗന്ദര്യം കാണാനല്ല നമ്മൾ അവിടെ പോകുന്നത്. രമേശിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കാൻ കഴിയുമെന്ന് നോക്കാനാ. നീ വേ കേറ്. പൂട്ടിയിരിക്കുകയാണല്ലോ. എന്തായാലും അകത്ത് ആളുണ്ട്. ദേ, അങ്ങേരുടെ കാറും കിടപ്പുണ്ട്.
ആളുകളില്ലാത്ത ബംഗ്ലാവിൽ പമ്മി നോക്കണെന്തിന്? ഞങ്ങള് മിനിസ്റ്ററെ കാണാൻ വന്നതാ. മിനിസ്റ്റർ ഇവിടെ ഇല്ലല്ലോ. ഞങ്ങൾ മിനിസ്റ്റർ വിളിച്ചിട്ട് വന്നതാ. തന്നെ ഇത് നേരത്തെ പറയാത്തത്? ഞാൻ വാച്ചറാണ് വേലായുധേ. ഇതൊന്ന് പിടിക്ക്. വന്നിട്ട് തോന്നുന്ന നേരമായ? ഇപ്പൊ വന്നേ ഉള്ളൂ. അകത്തേക്ക് വരി. കേത്തലിന്റെ പോയതാണ് ചിക്കനും ചപ്പാത്തി മേടിക്കാൻ. ഇവിടെ വന്ന സാറിന്റെ ശാപ്പാട് അവിടെ നിന്ന് തന്നെ. ഡ്രൈവർ വയ്യം വീട്ടിൽ പോയി. അതുകൊണ്ട് ഞാൻ തന്നെ പോയത്. ഇവിടെ കുക്കില്ലേ? കുക്കർ ഒരുത്തം ഉണ്ടായിരുന്നു, അറുമുഖൻ. അവൻ വഴക്കിട്ട് പോയി. അല്ല, പേരെന്തര്? എന്തര്? ഈ കൊച്ചിന്റെയാ? വായിക്കൊള്ളാത്ത എന്തിനോ പേരുകൾ തന്നെ. വല്ല സീത എന്നാ പാർവതി എന്നൊക്കെ ഇടാത്തത്? പേരിട്ടത് ഞങ്ങളല്ലല്ലോ. ഈ ചിക്കനും ചപ്പാത്തിയും വേണമെങ്കിൽ ഞങ്ങൾ കൊണ്ടു കൊടുത്തോളാം. വേണ്ട വേണ്ട, എന്റെ പണികൾ നിങ്ങൾ ചെയ്യുന്നതിന്. ഞങ്ങൾക്ക് മിനിസ്റ്ററോട് രഹസ്യമായിട്ട് കുറച്ച് സംസാരിക്കാനുണ്ടായിരുന്നു. തന്നെ തന്നെ മനസ്സിലായി. എന്നാ കൊണ്ട് കൊടു. സാറിന്റെ വായി എന്നെ പള്ളി കേൾപ്പിക്കില്ലേ? അതൊക്കെ ഞങ്ങൾ ഏറ്റു. സാറിങ്ങോട്ട് വന്ന് കേറിയ മുട്ടായി ഭരണികൾ പൊട്ടിയ മാതിരി തുരുതുരാന്ന് ഓരോന്ന് വന്ന് കേറിക്കൊള്ളും. വാതില് തുറന്നു തന്നെ കിടക്കുന്നത് തള്ളി കേറിക്കൊള്ളി. നടേശൻ സാറിന്റെ തലയെ വരച്ചത് ബാക്കിയുള്ളവന്റെ ഊരെ വരച്ചിരുന്നെങ്കിൽ എന്നെ രക്ഷപ്പെട്ടു പോയേനെ. ഇവന്മാർക്കൊക്കെ കാവലിരിക്കാൻ തന്നെ നമ്മുടെ ഒക്കെ വിധി. ശ്രീപത്മനാഭ, എന്തിനാണിത്? സാറിന് വല്ല കൈപ്പിഴകളും പറ്റിയ? അങ്ങനെ വരാത്തതാണല്ലോ. പെട്രോൾ തീർന്നുപോയി. മാധവിനിപ്പോ എന്നാ ചെയ്യും? തള്ളണം. തള്ളാൻ എവിടം വരെ? അടുത്തൊരു പെട്രോൾ ബങ്ക് കാണുന്നത് വരെ. ഈ ജോയന്റെ വിറയിൽ ഇനി മാറിയിട്ടില്ല. വെറുതെ നീ പേടിച്ച് വേണ്ടത് പൊല്ലപ്പൊന്നും ഉണ്ടാക്കണ്ട. നമ്മളവിടെ പോയിട്ടുമില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. പക്ഷെ നീ ഒന്ന് വായടച്ച് തള്ളുന്നുണ്ടോ? ജൂലി, ഒന്ന് വേഗം തള്ള. അർമുഖ, അർമുഖ, എവിടെ പോയി തൊലഞ്ഞത്? രണ്ടെണ്ണന്മാര് ലീവ്, പിന്നെ ഒരുത്തരുള്ളത് കുളത്തി മുങ്ങിയ ആറ്റ് തന്നെ പൊങ്ങണത്. അച്ചമ്പി എത്തിയാ? ഇത് എവിടെ പോയി കിടക്കണത്? ഇപ്പൊ വരാന്ന് പറഞ്ഞു പോയിട്ട് നിന്റെ പണികളും കൂടി ഞാൻ എടുക്കണേ. സോറി രായപ്പണ്ണ, ഒരു ചായ കുടിക്കാൻ പോയതാ. ചായകൾ കുടിക്കാനാ ഗുസ്തി പിടിക്കാനാ? നന്നായിട്ട് വയർ തൊഴുകിടണ്ടല്ലേ? അത് ചൂട് ചായ കുടിച്ചോണ്ടാ. അടുക്കള പണിക്കുന്ന യവനെയൊക്കെ പിടിച്ച് പെട്രോൾ അടിക്കാൻ നേരത്തെ എന്നെ പറഞ്ഞാ മതിയല്ലേ? രമേശോ എവിടെ? ദേ ഓടും. വേഗം പോ. അങ്ങോട്ടാ പോയത്. എവിടെ? കാണുന്നില്ലല്ലോ. കണ്ടാ പീക്രി ആണെങ്കിലും അവൻ കരാട്ടയും ബർമാണിയൊക്കെയാ. ജോസഫെ സൂക്ഷിച്ചു വേണം. എന്ന് തപ്പി എടുക്കണോ അവനെ?
വിട്ടോ, വേഗം വിട്ടോ, വേഗം വിട്ടോ. രമേശ്, ഇവിടെ ഇറങ്ങിക്കോ. ഇറങ്ങിയ വഴിയെ തന്നെ തിരിച്ചു കയറി വാ. എന്താ രമേശ്? അല്ല, ഇനി ഇവിടെ നിന്നാ പിന്നെ ഈ രാത്രി എങ്ങോട്ട് പോകും? പോലീസിന്റെ കൈ ചെന്ന് പെട്ട. തൽക്കാലം താൻ കയറി വാ. എന്ത് വേണമെന്ന് നമുക്ക് ആലോചിക്കാം. സൂക്ഷിക്കണം, ആരുടെയും കണ്ടുപെടരുത്. ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് എവിടെയായിരുന്നു? നട വരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ പണി പോയത്. വണ്ടിയൊക്കെ ഞാൻ എടുത്തു വെച്ചോളാം. സത്യമാണ് ഈ പറഞ്ഞത്? സത്യം. ഞങ്ങൾ ചെന്നപ്പോ ചോരയിൽ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു. എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല. നന്നായി. ആ ദുഷ്ടൻ എന്റെ അമ്മയെ വേദനിപ്പിച്ചതിനുള്ള ശിക്ഷ അവന് കിട്ടി. അവനത് വേണം. ഞാനൊന്ന് കുളിക്കട്ടെ. തലയാകെ പെരുപെരുക്കുന്നു, മേലാകെ ചുട്ടു പൊള്ളുന്നത് പോലെ. രമേശ് എന്തിനാ നേരത്തെ ഇവിടെ നിന്ന് ഇറങ്ങിയത്? എങ്ങും പോകരുതെന്ന് ഞങ്ങൾ പറഞ്ഞിരുന്നല്ലേ? അത് മുറിയിലൊറ്റയ്ക്കായപ്പോ എനിക്കെന്തോ വല്ലാത്ത പേടിയായി. അമ്മയെക്കുറിച്ച് ഓർത്തപ്പോ നെഞ്ചു പൊട്ടണ പോലെ തോന്നി. എത്രയും വേഗം ആസ്പത്രിയിലെത്തി അമ്മയെ കാണണമെന്ന് മാത്രമായി മനസ്സിൽ. രണ്ടും കൽപ്പിച്ച് വാതിലിന്റെ മുകളിൽ താക്കോലെടുത്തു. പിന്നെ എങ്ങനെ ആശുപത്രിയിലെത്തിന്ന് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ആശുപത്രി കുമാരപുരത്തല്ലേ? പിന്നെ എങ്ങനെ നന്ദൻകോട് റോഡിലെത്തി? അത് ആശുപത്രിയുടെ മുന്നിൽ ചെന്നപ്പോ മൊത്തം പോലീസ്. അവിടെ നിന്ന് കഷ്ടിച്ചാ രക്ഷപ്പെട്ടത്. പിന്നെ എങ്ങോട്ട് ഓടണമെന്നറിയാതെ കണ്ട വഴി കൂടെയൊക്കെ ഓടി. എന്താ? ആകെ കുഴപ്പായി. ജൂലി, 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 എന്താ? കഥവ് തുറക്ക. എടിഞ്ഞ സോപ്പ് തേച്ചിരിക്കുക. എടി, താഴെ പോലീസ് വന്നിട്ടുണ്ട്. എന്നാ ഞാൻ മേഡത്തിനോട് പറയാം സാർ. ഓക്കെ. ആരാ? ഞാനാണ് കമ്മീഷണർ കർത്ത. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെയും പിന്നെയും കാണണമെന്നൊരു തോന്നൽ.